മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 12. എടി, ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? പങ്കുവിന് കാര്യങ്ങളൊക്കെ അറിഞ്ഞതും ഇരിക്കപ്പൊറുതി ഇല്ലാതായി. എന്നാ ചെയ്യാനാ? ഇനി ആ കോലൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കേണ്ടി വരും. ദേഷ്യം സഹിக்க വയ്യാതെ മുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിൽ കിടന്ന സ്റ്റൂളിനെ ചുമ്മാ വലങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്നാലും കണ്ണേട്ടൻ്റെ കയ്യിൽ ആ വീഡിയോ ക്ലിപ്പ് എങ്ങനെ കിട്ടിയെന്നാ? ചെക്കൻ കട്ടിലിൻ്റെ മുകളിൽ കയറി ചമ്രം പടഞ്ഞിരുന്നുകൊണ്ട് വീണ്ടും ഗഹനമായി ആലോചിച്ചു. അങ്ങേര് വല്ല CC ക്യാമറയും നമ്മുടെ വീടിന് മുമ്പിൽ എവിടെയും വെച്ചിട്ടുണ്ടായിരിക്കും. പെണ്ണ് അലസമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. അതും ശരിയാ, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റിയ കാര്യം കണ്ണേട്ടൻ എങ്ങനെ അറിയാനാ അല്ലേ? അവൻ അടുത്തിരിക്കുന്നവളെ ആശങ്കയോടെ നോക്കി. പെണ്ണ് അവിടെ നഖവും തിന്നുകൊണ്ടിരിക്കുവാണ്. മുഖം കണ്ടാൽ അറിയാം എന്തോ കുരുത്തക്കേട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. അല്ല ചുമ്മു, ഇനി എന്താ നിൻ്റെ പ്ലാന്? അങ്ങേര് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ അച്ഛമ്മ അറിഞ്ഞാലുള്ള കാര്യമാണ്. ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. പങ്കു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. നീയൊന്ന് മിണ്ടായിരിക്കാവോ? മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു പേടിപ്പിക്കുന്നത്. ഇനി ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്ത് വേണമെന്ന് ആലോചിക്കടാ പൊട്ടാ. പെണ്ണ് രണ്ട് ചാട്ടം ചാടിയതും അവൻ നല്ല കുട്ടിയായി ഉടൻ തന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി എന്തോ ചിന്തിക്കുന്ന മട്ടിലിരുന്നു. ഏത് നേരത്താണാവോ ആ കോപ്പിൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നിയത്? ചെക്കൻ വെപ്രാളത്തോടെ പെടുന്നതിനെ പിറുപിറുത്തു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, അവൻ്റെ ഒരു രാഗി. അവൻ്റെ സംസാരം വ്യക്തമായി കേട്ടതും ചുമ്മാ ദേഷ്യത്തോടെ അവനെ ഒന്ന് ഉറ്റുനോക്കി. ആ നോട്ടം താങ്ങാനാവാതെ പങ്കു മുഖം കുനിച്ചിരുന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ രാത്രിയിൽ മതിൽ ചാടിപ്പോകുന്നേ. മുമ്പും പല പ്രാവശ്യം ഉണ്ടായിട്ടുള്ളതല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കാതെ ചിക്കൻ ആരോടെന്നില്ലാതെ പറഞ്ഞു നിർത്തി, ഒട്ടൊരു പിണക്കത്തോടെ. അതിനുള്ള മറുപടി ചുമ്മാ നൽകിയില്ല. കാരണം ഇതുപോലെയുള്ള പോക്കുകൾ ഇതിനു മുൻപും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പങ്കുവിനെ കുറ്റം പറയാനും പറ്റുകയില്ല. നീ കിടക്കാൻ നോക്ക്, നമുക്ക് രാവിലെ എന്തേലും ചെയ്യാം. അവളുമെല്ലാം ബെഡിലേക്ക് കയറി കിടന്നുകൊണ്ട് പറഞ്ഞു. രാവിലെ എന്തോന്ന് ചെയ്യാൻ? കൂടി വന്ന വീട്ടുകാരുടെ കയ്യിൽ നമുക്ക് 2 അടിയും വഴക്കും കിട്ടും. പക്ഷേ അതല്ലല്ലോ ഇവിടെ കാര്യം. നീയല്ലേ ജോൺസി റാണിയെ പോലെ നിന്ന് കണ്ണേട്ടനെ വെല്ലുവിളിച്ചത്. നിന്റെ ഓവർ കോൺഫിഡൻറ്റ് ഒന്നുകൊണ്ട് മാത്രം ഇത് ഇത്രയും വഷളായത്. പങ്കുവും അവൾക്കരികിലേക്ക് കയറി കിടന്നു. ഇരുവരും പരസ്പരം പിന്നീടൊന്നും സംസാരിച്ചില്ല. മാധവ് വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തന്ന സ്ഥിതിക്ക് നാളെ രാവിലെ തന്നെ വീട്ടിലൊരു കോലാഹലം ഉണ്ടാവുമെന്ന് അവർക്കുറപ്പായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആലോചനകളുടെ ഒടുവിൽ പങ്കു ഉറങ്ങിപ്പോയിരുന്നു. അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും വേദ തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് മെല്ലെ മുറിക്ക് പുറത്തേക്കിറങ്ങി. അപ്പുറത്തെ മുറിയുടെ പുറത്തു നിന്നും പൂട്ടിക്കിടക്കുന്ന വാതിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇതുവരെയും മാധവ് വന്നിട്ടില്ല എന്നത്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിട്ടാണ് ആൾ പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഹാളിലേക്ക് എന്ന് മുൻവാതിൽ തുറന്ന് ഉമ്മറത്തേക്കിറങ്ങി. ശേഷം ഡോർ പുറത്തുനിന്നും അടച്ചു കുറ്റിയിട്ടു. മുറ്റത്തേക്കിറങ്ങി നിന്നുകൊണ്ട് കയ്യിലെ ഫോൺ ലോക്ക് മാറ്റി. അതിൽ മാധവ് അയച്ചു തന്ന വീഡിയോ ക്ലിപ്പ് ഒരു വട്ടം കൂടി വിശദമായി കണ്ടു. വീടിൻ്റെ മുൻവശം തൊട്ട് ഗേറ്റ് വരെ കാണാവുന്നത്ര രീതിയിലാണ് ഹിഡൻ ക്യാമറ എവിടെയോ പിടിപ്പിച്ചു വച്ചിരിക്കുന്നത്. വണ്ടികളുടെ പാർക്കിംഗ് ഏരിയയും അതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. രാത്രിയായാലും വീടിൻ്റെ മുൻഭാഗത്തെ വെളിച്ചം അണയ്ക്കാത്തത് കൊണ്ട് തന്നെ മുറ്റത്ത് നടക്കുന്ന എന്തും നല്ല പിക്ചർ ക്ലാരിറ്റിയിൽ കാണാം. ഒരു ഊഹം വെച്ച് ക്യാമറയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ അവൾ ശ്രമിച്ചു. ഒന്നിരുത്തി ചിന്തിച്ചപ്പോൾ മാധവിൻ്റെ മുറിയുടെ ജനലിൻ്റെ അരികിലായിട്ട് എവിടെയാണ് അതിൻ്റെ സ്ഥാനമെന്ന് പെണ്ണ് ഊഹിച്ചെടുത്തു. മെല്ലെ അവൾ അങ്ങോട്ടേക്ക് നടന്നു. ജനൽ ഇത്തിരി പൊക്കത്തിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ജനൽപാളികൾ അകത്തു നിന്നും കുറ്റിയിട്ട് അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കതിൻ്റെ മുകളിലേക്ക് പിടിച്ചു കയറുവാൻ യാതൊരു നിവർത്തിയില്ലായിരുന്നു. കാലൻ്റെ ഒരു ക്യാമറ അങ്ങേർക്ക് വേറെങ്ങും കൊണ്ടുവയ്ക്കാൻ തോന്നിയില്ലേ? ഇങ്ങനൊരു കാരണം മനുഷ്യനൊരു മനസമാധാനവും ഇല്ലല്ലോ ഈശ്വര. അടഞ്ഞു കിടക്കുന്ന ജനലിലേക്ക് നോക്കിക്കൊണ്ട് ഏണിൻ്റെ ഇരുവശങ്ങളിലുമായി കൈകൾ കുത്തി നിന്നുകൊണ്ട് നിന്നവൾ ഒന്നെങ്കിൽ ഏണി എടുത്തുകൊണ്ട് വന്ന് കയറണം, അല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ കയറിയിട്ട് പാരപ്പറ്റിലൂടെ വലിഞ്ഞു ഇറങ്ങണം. ഒന്നാലോചിച്ചപ്പോൾ ഏണി എടുത്തുകൊണ്ട് വന്ന് കയറി നോക്കുന്നത് തന്നെയാണെന്ന് നല്ലതെന്ന് അവൾക്ക് തോന്നി. വീടിൻ്റെ പിന്നിലായി കെട്ടിയിട്ടിരിക്കുന്ന സ്റ്റോർ റൂമിൽ
സൂക്ഷിച്ചിരിക്കുന്ന ഏണി എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ചുകൊണ്ടുവന്ന് ജനലിൽ മുട്ടിച്ചു വെച്ചവൾ. ശേഷം ശ്രദ്ധയോടെ അതിനു മുകളിലേക്ക് വലിഞ്ഞു കയറുവാനായി തുടങ്ങി. 1-2 സ്റ്റെപ്പ് കയറിയതും ആരോ തൻ്റെ കാലിൽ പിടിച്ചിരിക്കുമെന്ന തോന്നൽ ചുമ്മൂനുണ്ടായി. ഈ പാതിരാത്രിയിൽ ആരാ എൻ്റെ കാലെ പിടിച്ചു വലിക്കാൻ വരുന്നത്? ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്ന കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ പെണ്ണ് ധൈര്യം സംഭരിച്ച് പതിയെ തലയെരിച്ച് താഴേക്ക് നോക്കി. ഒന്നേ അങ്ങോട്ടേക്ക് ചുമ്മു നോക്കിയുള്ളൂ. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നവൾ അപ്പോൾ ആശിച്ചു പോയി. അവിടെ കണ്ട കാഴ്ചയിൽ പൊടുന്നനെ അവളുടെ ദേഹത്ത് വിറയൽ പടർന്നു. ആര് തന്നെ ഈ സമയത്ത് കാണരുതെന്ന് താൻ വിചാരിച്ചുവോ? ആരുടെ മുമ്പിൽ അകപ്പെടരുതെന്ന് താൻ ചിന്തിച്ചുവോ? ആളിൻ്റെ മുമ്പിൽ തന്നെ താൻ ചെന്ന് വിട്ടിരിക്കുന്നു. പോലീസ് യൂണിഫോമിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന മാധവ്. അവൻ്റെ ഇടത്തെ കൈ സ്വന്തം പാനിൻ്റെ പോക്കറ്റിലും മറുകൈ തൻ്റെ കാലിലുമായിരുന്നു. ഇയാൾക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇങ്ങനെങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നത്? നൊടിയിടയിൽ അവളുടെ മനസ്സിൽ കൂടി 1000 ചോദ്യങ്ങൾ ഒരുമിച്ചുയർന്നു വന്നു. ഇന്നത്തോടെ എല്ലാം പൂർത്തിയായി. മാധവ് അവളുടെ കാലിൽ നിന്നുള്ള പിടിവിട്ടതും പെണ്ണൊരൊറ്റ ചാട്ടത്തിന് താഴേക്കിറങ്ങി എങ്ങോട്ടേക്കോ നോട്ടം പായിച്ചുകൊണ്ട് വന്നു. നിനക്കെന്താ ഇവിടെ കാര്യം? ചെക്കൻ്റെ മുഖം മുറിയിരിക്കുന്നത് മുറ്റത്തെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞു. എനിക്കെന്ത് കാര്യം? ഞാൻ വെറുതെ ഇതിലേക്കൂടെ പോയപ്പോൾ കയറിയതാ. എന്ത് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെന്ന് അവൾക്കൊരു ഊഹവും ഇല്ലായിരുന്നു. ഏണി വെച്ചോ? അതും ഈ പാതിരാത്രിയിൽ? എന്തിനു വേണ്ടി? കണ്ണൻ്റെ ശബ്ദം തെല്ലൊന്ന് ഉയർന്നു. എനിക്ക് ഏണി വെച്ച് കയറണമെന്ന് തോന്നി, ഞാൻ കയറി. എനിക്കെന്താ, ഏണി വെച്ച് കയറാൻ മേലെ? ഉർവശിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പെണ്ണ് ഒരു ഡയലോഗ് അങ്ങ് കാച്ചിവിട്ടു. എന്നിട്ട് മുന്നോട്ടേക്കും എല്ലാം നടന്നു. അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട്. വിളച്ചിലെടുക്കരുത്. കണ്ണം പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു, അവളെ പോകാൻ അനുവദിക്കാതെ. ചുമ്മാ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. കാരണം എത്രയൊക്കെ വഴക്കും അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് കണ്ണൻ അവളുടെ ദേഹത്ത് പിടിക്കുന്നത്. കയ്യിന്ന് വിട്. അവൾ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. ഹിഡൻ ക്യാമറ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പൊന്നുമോളുടെ ഈ ശ്രമമെങ്കിൽ അത് വെറുതെയാന്നേ ഞാൻ പറയും. പുച്ഛം മാത്രമായിരുന്നു അവൻ്റെ സംസാരത്തിൽ. ചുമ്മാ അവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയെങ്കിലും മയണമായിട്ട് തന്നെ അവൻ്റെ മുമ്പിൽ നിന്നു. അല്ലെങ്കിൽ തന്നെ ഒരു ക്യാമറ നീ കണ്ടെത്തി നശിപ്പിച്ചെന്നും വെച്ച് ഇവിടെ ഒന്നും എനിക്ക് സംഭവിക്കത്തില്ല. ഒന്നു പോയാലേ 10 എണ്ണം അപ്പുറത്ത് കാണും. അതും പറഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ ചെക്കൻ പെണ്ണിൻ്റെ മുമ്പിൽ കൈയും കെട്ടി നിന്നു. അതിനും ചുമ്മാ മറുപടിയൊന്നും കൊടുത്തില്ല. വേറെ എങ്ങോട്ടേക്കോ നോട്ടവും പായിച്ചുകൊണ്ട് വെറുതെ അങ്ങ് നിന്നു കൊടുത്തു. ആ പിന്നെ അയച്ചു തന്ന് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ എങ്ങനെയാ? മേലയിടത്ത് നാരായണിയമ്മയുടെ കൊച്ചുമകൾ വേദ നാരായണി എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ തയ്യാറാണോ? വലതു കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അവൻ മീശയുടെ ഇരുവശങ്ങളും വെറുതെ പിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ഡീല് പറഞ്ഞോ? വാക്ക് ഞാൻ പാലിച്ചിരിക്കും. തന്ന നാക്ക് തിരിച്ചെടുക്കുന്ന ശീലം മേലയിടത്തെ വേദനാരായണിക്കില്ല. ചുമ്മുവിൻ്റെ കണ്ണുകളൊന്ന് കുറുക്കിയെങ്കിലും അവൾ മാധവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഭയം ഏതും കൂടാതെ തന്നെ പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണല്ലോ അല്ലേ? ഒരു ഉറപ്പിനായി അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന എന്ത് ഡീലിനും ഞാൻ റെഡിയാണെന്ന്. ചുമ്മു ധൈര്യത്തോടെ അവൻ്റെ മുമ്പിൽ പതറാതെ നിന്നു, എന്ത് നേരിടാൻ തയ്യാറാണെന്ന രീതിയിൽ. അപ്പോൾ മേലയിടത്തെ കൊച്ചുമോള് രണ്ടും കൽപ്പിച്ചാണല്ലേ? ഗൂഢമായ ഒരു ചിരി അവൻ്റെ ചുണ്ടുകളിൽ തെളിഞ്ഞു കത്തി. അത് വ്യക്തമായിട്ട് വേദ കാണുകയും ചെയ്തു. അപ്പോൾ ഡീൽ ഇതാണ്. മാധവ് പറയാനായി തുടങ്ങി. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ചുമ്മാ അവൻ്റെ മുഖത്തേക്ക് ശ്രദ്ധയോടെ നോക്കിയിരുന്നു. മേലയിടത്ത് വേദ നാരായണി, മേലയിടത്ത് വേദ മാധവാകാൻ തയ്യാറായിക്കോളൂ. അടുത്ത 6 മാസത്തിനുള്ളിൽ. മീശത്തുമ്പ് പിരിച്ചുകൊണ്ട് നാടകീയമായി പറയുന്നവനെ കാണെ ചുമ്മുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. താൻ കേട്ടത് സത്യമാണോ എന്നറിയാൻ വേണ്ടി അവൾ വീണ്ടും അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞേ? ഒരു ഉറപ്പിനു വേണ്ടി പെണ്ണ് വീണ്ടും ചോദിച്ചു, അതും അവൻ്റെ കാക്കി ഷർട്ടിൽ പിടുത്തമിട്ടുകൊണ്ട്. എന്തേ, മേലയിടത്ത് വേദനാരായണി ചെവിക്ക് പൊട്ടുണ്ടോ? മാധവ് അവളെ കളിയാക്കി. എന്നിട്ട് അവളുടെ കൈകൾ മെല്ലെ തൻ്റെ ഷർട്ടിൽ നിന്നും വിടുവിപ്പിച്ചു.
ചതി, അവൾ ദേഷ്യത്തോടെ പുലമ്പി, പല്ല് കടിച്ചുകൊണ്ട്. ഇതിലെവിടെയാണ് ചതി? അവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ചതി അല്ലാതെ പിന്നെ എന്താണിത്? ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ വിവാഹം കഴിക്കരുതെന്ന് ഒരു പോലീസായിട്ട് പോലും നിങ്ങൾക്കറിയാൻ പാടില്ലേ? അവൾ ചീറി. സോറി, എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായില്ല. ഇതിൽ ഞാൻ എവിടെയാ നിന്നെ ചതിച്ചേ? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ ധൈര്യപൂർവ്വം ഒഴിഞ്ഞു മാറാം. ആരും നിന്നെ ഇവിടെ തടയില്ല. പക്ഷെ ഒന്നോർക്കണം, മേലയിടത്ത് നാരായണിയുടെ കൊച്ചുമോളാണെന്നും പറഞ്ഞ് ഈ ചാൻസ് എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടത് തന്നെ നീയാണ് വേദ. അത് ഞാൻ മുതലെടുത്തു എന്ന് മാത്രം. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ ഒഴിഞ്ഞു വയ്ക്കോളൂ. മാധവിൻ്റെ മുഖം അപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു. കാണിച്ചു തരാടോ നിന്നെ. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ചാടിത്തുള്ളി വീടിൻ്റേക്ക് കയറിപ്പോകുന്ന ചുമ്മുവിൻ്റെ പിന്നിലായി അവനും നടന്നു, ഒരു വിജയിയെപ്പോലെ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് പോണേ. പിന്നെ വായിക്കുന്നവരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമേ. ആരും മറന്നുപോലെ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം. ബൈ ബൈ.